ഫോൺ ചെയ്തത് അബദ്ധമായി പോയ ദൈവമേ എന്നും ആലോചിച്ചുകൊണ്ട് ഹോംഹിജോ വാഷ്റൂമിൽ നിന്നും തിരിച്ചു വരികയാണ്. അപ്പോഴായിരിക്കും ബെക്സനെ ഫോൺ കട്ട് ചെയ്ത് ദേഷ്യത്തിൽ നിൽക്കുന്നത് കാണാം. അവൾ അവിടെ നിന്നും ബെക്സൻ കാണാതെ പതിയെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കും. അപ്പോഴായിരിക്കും ബെക്സൻ അവളെ കാണുക. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു ഒഴിഞ്ഞ റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവളുടെ ദേഷ്യത്തിൽ നീ എന്തെങ്കിലും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവളിവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ള ടെൻഷനിലാവും. നിന്റെ ഫോൺ എടുത്തെന്ന് വരും. അപ്പോൾ ശരിക്കും ബെക്സിന് ഫോൺ വിളിച്ചത് ഹേജോ ആണെന്ന് കണ്ടുപിടിച്ചെന്ന ടെൻഷനിലാവും. ഹേജോ അവളുടെ സ്വന്തം ഫോൺ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ ബെക്സൻ പറയും ഞാൻ പറഞ്ഞതിനുള്ള ഉത്തരം നീ എനിക്ക് എഴുതി കാണിച്ചതായിരുന്നു. അപ്പോഴാവും അവൾക്ക് ആശ്വാസമാവുക. ബെക്സൻ ചോദിക്കും ഇന്നലെ നിനക്ക് വല്ല ആക്സിഡന്റ് ഉണ്ടായിരുന്നു എന്ന്. അവൾ ഉണ്ടായിരുന്നു എന്ന് തലയാട്ടും. എത്ര മണിക്കാണെന്ന് പറയും. അവൾക്ക് ഫോൺ വിളിച്ച ആ സമയം അവൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റ് ശരിക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ എന്ന് അവന് വിഷമത്തോടെ പറയും. അയാൾ എന്നെ ഉപദ്രവിക്കുക വല്ലതും ചെയ്തു. അവള് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ബെക്സനെ ഹോംഹിജോനെ ചെക്ക് ചെയ്യാൻ നോക്കും. കിഡ്നാപ്പർ പറഞ്ഞ എല്ലാ ഭാഗത്തും ഹോംഹിജോക്ക് മുറിവുണ്ടാവും. അവന്റെ മുഖം വല്ലതും കണ്ടിരുന്നു എന്നാവും പിന്നത്തെ ചോദ്യം. ഹോംഹിജോ ഫോണിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ആൾ മാസ്ക് ആണ് ധരിച്ചിരുന്നതെന്ന്. അയാൾ നിന്നെ കൊല്ലുമെന്നെങ്ങാനും പറഞ്ഞു എന്ന് ബെക്സൻ ദേഷ്യത്തോടെ ചോദിക്കും. അവള് തലയാട്ടും. അതും കൂടെ ആവുമ്പോൾ അവന്റെ കൺട്രോൾ പോകും. ഇത്രയൊക്കെ സംഭവിച്ചു നീ എന്തുകൊണ്ട് ഇന്നലെ എന്നോട് പറഞ്ഞില്ല എന്ന് അവൾ മൈൻഡിൽ പറയും. എന്റെ ശവമായിട്ട് കണ്ടാൽ മതി എന്നല്ല പറഞ്ഞതെന്ന്. അവളുടെ ഫേസ് കാണുമ്പോൾ അവൻ നീട്ടിയെന്ന ശ്വാസം വിടും. എന്നിട്ട് അവളോട് പറയും നിന്റെ ബോഡി ഗാർഡ്സിനെ നീ എപ്പോഴും കൂടെ കൂട്ടണം. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചെത്തിയെന്ന്. അതും പറഞ്ഞുകൊണ്ട് ബെക്സൻ അവിടെ നിന്നും പുറത്തേക്ക് പോകും. വീട്ടിലെത്തിയ ഹേജോ അവർ സംസാരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്ത് കേൾക്കുകയായിരിക്കും. എന്നിട്ട് അവളങ്ങനെ അവളോട് തന്നെ പറയും ഈ ഫോൺ എന്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു. അയാൾ ഈ ഫോൺ അന്വേഷിക്കുന്നുണ്ടാകും. ഉടനെ തന്നെ ബെക്സന് അവളുടെ റൂമിന്റെ ഡോറിന് മുട്ടും. ഹേജോ പേടിച്ചുകൊണ്ട് ആ ഫോൺ വേഗം അവളുടെ ബാഗിലിടും. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ റൂമിൽ കയറി വന്നിട്ട് അവളുടെ കാറിന്റെ കീ ചോദിക്കും. അവൾ സ്റ്റെപ്പ് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ തന്നെ അവളുടെ ബാഗിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ ബാഗിൽ നിന്നും കീ എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവൾ ചെയ്യുന്നതൊന്നും കാര്യമാക്കാതെ അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും. കുറച്ചു നേരം കഴിഞ്ഞിട്ടാവും ഹേജോ എന്തിനാണ് ഇവന് കാറിന്റെ കീ ചോദിച്ചതെന്നുള്ളത് ആലോചിക്കുക. അപ്പോഴാണ് അവൾക്ക് കത്ത് അവന് കാറിന്റെ ഉള്ളിലുള്ള ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. അവൾ അവിടെ നിന്നും താഴേക്ക് വെപ്രാളത്തോട് കൂടും. പക്ഷേ അവളുടെ കഷ്ടകാലത്തിന് ലിഫ്റ്റ് വർക്കില്ല. അവൾ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴേക്ക് കൂടും. ആ നേരം കൊണ്ട് ബെക്സന് കാറിന്റെ കംപ്ലീറ്റ് അവസ്ഥ ചെക്ക് ചെയ്യും. ഇടിച്ചതും കിഡ്നാപ്പർ പരിക്കേൽപ്പിച്ചതുമായ ഭാഗങ്ങളെല്ലാം അതിൽ കാണുന്നുണ്ടാകും. അവന് ക്യാമറയും ചെക്ക് ചെയ്യും. ഹീജോ അവിടെ എത്തുമ്പോൾ അവനെല്ലാം നോക്കിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടാകും. അവളെ കണ്ടതും അവൻ പറയും നീ വന്നത് നന്നായി. ഈ കാർ എങ്ങനെ ഇവിടെ എത്തിയത്? അവൾ പറയും ഞാൻ ട്രക്കിനെ വിളിച്ച് ഇവിടെ എത്തിക്കായിരുന്നു. പിന്നെ ഡാഷ് ക്യാമിന് അത് പറ്റിയെന്ന് ചോദിക്കും. അവൾക്കും അതിനെക്കുറിച്ച് ഒരു പിടുത്തം ഉണ്ടാവില്ല. അവൾ അതിനെ നന്ദിയും പറയുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ ഒരു ബൈക്കുകാരനെ അവളുടെ നിരക്ക് വരുന്നത് കാണുമ്പോൾ ബെക്സൻ ആൾ വലിച്ച് അവനോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് അയാളെ വഴക്കും പറയും. എന്നിട്ട് ബെക്സന് ഹീജോയോട് പുതിയ കാർ വാങ്ങി തരാമെന്നും നാളെ മുതൽ ജോലിക്ക് പോകരുതെന്നും പറയും. നിങ്ങളുടെ അമ്മയും ഇത് തന്നെയാണ് എന്നോട് പറയുന്നത് എന്നും എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോകും. അടുത്ത ദിവസം ബെക്സൻ അവന്റെ അമ്മയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കിയിരിക്കും. ബെക്സന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുന്നതും അവന്റെ ശ്രദ്ധത്തിരുന്നതും കണ്ടിട്ട് അമ്മ പറയും നീ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇമ്പോർട്ടന്റ് മീറ്റിംഗ്സ് വരുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഹേജയെ കുറിച്ചും പറയും. അവളെ ഒഴിവാക്കുന്ന നല്ല രീതിയിലുള്ള സംസാരം സംസാരിക്കും. ഇത് കേൾക്കുമ്പോൾ ബെക്സന് ഹേജന്റെ സൈഡ് എന്ന് പറയും. അവളുടെ അച്ഛന്റെ പത്ര കമ്പനി കാരണം നമ്മുടെ റൂമേഴ്സ് എല്ലാം ആരും അറിയാതെ പോയി. ഇനിയും നമുക്ക് അവരുടെ സഹായം വേണ്ടേന്ന്. അത് കേൾക്കുമ്പോൾ അവന്റെ അമ്മ വേണ്ടാതിരിക്കും.